1863 ആണ് അദ്ദേഹത്തിൻ്റെ ജനനം. തിരുവനന്തപുരം ജില്ലയിലുള്ള വെങ്ങാനൂരിലാണ് അദ്ദേഹം ജനിച്ചത്. പുലയർ സമുദായത്തിൽ ജന്മം കൊണ്ട അയ്യങ്കാളിയും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളും അടിമകളായിട്ടാണ് കുട്ടിക്കാലത്തൊക്കെ ജീവിച്ചത്. എന്നാൽ അടിമകളായിരുന്നെങ്കിൽ പോലും അന്നത്തെ പ്രഭുത്വം 5 ഏക്കർ ഭൂമി അയ്യങ്കാളിയുടെ പിതാവിന് ദാനമായി നൽകി അതിൽ കൃഷി ചെയ്തും കാളവണ്ടി ഓടിച്ചുമൊക്കെ അവർ ഉപജീവിച്ചു പോന്നിരുന്നു. അവിടെ പുലയർ സമുദായത്തിൽ അന്നത്തെ ഏറ്റവും ഉന്നത കുടുംബത്തിലായിരുന്നു അവർ എന്ന് എടുത്തു പറയപ്പെടേണ്ടുന്ന ഒന്നാണ്. സമൂഹത്തിൽ ഉള്ള ഉച്ചനീചത്വങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു ജീവിതകാലം മുഴുവൻ പോരാടിയ മഹാത്മാ അയ്യങ്കാളിയെ അനുസ്മരിക്കുന്ന ഒരു മീറ്റിംഗാണിത്. മഹാത്മാ അയ്യങ്കാളി അദ്ദേഹത്തെ പുലയ രാജാവ് എന്ന് ഒരു കാലഘട്ടത്തിൽ വിശേഷിപ്പിച്ചിരുന്നു. അദ്ദേഹം ജനിച്ചു വളർന്നത് പുലയ സമുദായത്തിലായിരുന്നു. പുലയ സമുദായത്തിൻ്റെ ഉന്നമനമായിരുന്നു അദ്ദേഹം ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്തത്. അതിനാൽ പുലയ രാജാവ് എന്ന് അവരുടെ ഇടയിൽ അദ്ദേഹത്തിനൊരു വിശേഷണം ഉണ്ടായിരുന്നു. പ്രത്യേക സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അവസരം നിഷേധിക്കപ്പെട്ടൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പൊതുവഴിയിലൂടെ സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. സ്കൂളിലും കോളേജിലും പോയി മറ്റുള്ള സവർണ സമുദായത്തിലെ കുട്ടികളോടൊപ്പം പഠിക്കുവാൻ പിന്നോക്ക വിഭാഗക്കാർക്ക് അവസരം നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. അവർണർ സ്കൂളിൽ കയറി എന്ന കാരണത്താൽ സ്കൂൾ കെട്ടിടം കത്തിച്ച് കളഞ്ഞിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പഠിപ്പിക്കുന്നത് ഒളിഞ്ഞിരുന്ന് കേട്ടതിൻ്റെ പേരിൽ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിച്ചിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ കൊടികുത്തി വാണിരുന്ന ഇത്തരത്തിലുള്ള വേർതിരിവ് പൂർണ്ണമായും തുടച്ചു മാറ്റുന്നതിന് വേണ്ടി രംഗത്ത് വന്ന സാമൂഹിക പരിഷ്കർത്താക്കളിൽ മുൻനിരയിൽ നിന്നവരിൽ ഒരാളാണ് അയ്യങ്കാളിയാവ്. അനാഥരില്ലാത്തൊരു ഭാരതം സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ആശ്രയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ കഴിവതും വേഗം അത് ഇന്ത്യ ഒട്ടാകെ വ്യാപിപ്പിക്കുന്നതിനുള്ള അശ്രാന്ത പരിശ്രമം ആശ്രയുടെ നേതൃത്വം ഏറ്റെടുത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിലെ മുഴുവൻ അനാഥരെയും സനാതത്വത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നതിന് ഞാൻ ഒറ്റപ്പെട്ടവനല്ല, തിരസ്കൃതനല്ല എന്ന ബോധ്യം അവരിൽ വരുത്തുന്നതിന് വേണ്ടി ആശ്രയ ചെയ്തുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലത്തെ സേവനങ്ങൾ സമൂഹം അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. അങ്ങനെ വലിയൊരു സാമൂഹിക മാറ്റത്തിൻ്റെ ചാലക ശക്തിയായി മാറിയിരിക്കുന്ന ആശ്രയ പ്രസ്ഥാനം മഹാത്മാ അയ്യങ്കാളിയെ അനുസ്മരിക്കുന്നു. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി നിങ്ങളെല്ലാവരും ഒരു നിമിഷം മൗനമായി എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കണമെന്ന് സ്നേഹത്തോടെ അപേക്ഷിക്കുന്നു. മഹാത്മാ അയ്യങ്കാളിയുടെ 161-ാം ജന്മദിനമാണ് ഇന്ന് കേരളമെമ്പാടും സമുചിതമായി ആഘോഷിക്കുന്നത്. 1863 ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിൽ ജനിച്ച് 1941 മരണമടഞ്ഞ മഹാത്മാ അയ്യങ്കാളിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ്. നമ്മളെല്ലാവരും സാമൂഹ്യ പാഠത്തിലെല്ലാം പഠിച്ചിട്ടുള്ളതുപോലെ തന്നെ ദ ബീക്കൺ ഓഫ് സോഷ്യൽ റിഫോമർ ആൻഡ് എംപവർമെൻറ്റ്, അതാണ് മഹാത്മാ അയ്യങ്കാളി എന്ന് പറയുന്നത്. സാമൂഹ്യ പരിഷ്കർത്താവും അതിലുപരിയായി സമൂഹത്തിൽ ഒത്തിരി നേട്ടങ്ങൾ നേടിയെടുക്കാൻ പരിശ്രമിച്ച വലിയ മഹാനാണ് മഹാത്മാ അയ്യങ്കാളി എന്ന് പറയുന്നത്. പ്രൊഫസർ അയ്യപ്പ പണിക്കരുടെ നാടുകളുടെ മക്കളെ എന്ന കവിത ഞാൻ തന്നെ ചിട്ടപ്പെടുത്തിയതാണ്. കാടവിട മക്കളെ, മേടവിട മക്കളെ, കാട്ടുപുൽ തകിടിയുടെ വേരവിട മക്കളെ,
കാടുവിട മക്കളെ മേടുവിട മക്കളെ കാട്ടുപുൽ തകിടിയുടെ വേരുവിട മക്കളെ കാട്ടുപൂഞ്ചോലയുടെ കുളിരവിട മക്കളെ കാറ്റുകൾ പുലർന്ന പൂങ്കാവ് വിട മക്കളെ കുട്ടിക്കരിമ്പുയിൽ കൂവിത്തിവർക്കുന്ന കുട്ടനാടം പുഞ്ചയവിടന്റെ മക്കളെ കുട്ടിക്കരിമ്പുയിൽ കൂവിത്തിവർക്കുന്ന കുട്ടനാടം പുഞ്ചയവിടന്റെ മക്കളെ പായൽ ചുരുൾ ചുറ്റി ദാഹനീർ തേടുന്ന കായലും തോടുകളും എവിടന്റെ മക്കളെ ഫാക്ടറി പുകയുറഞ്ഞാസ്മ വലിക്കാത്തൊരു ഓക്സിജൻ വീശുന്ന നാടുവിട മക്കളെ അരുമകളെ അടിമകളെ ആനുകളെ മാനുകളെ അറുകൊലയറുക്കാത്ത നാടുവിട മക്കളെ അരുമകളെ അടിമകളെ ആനുകളെ മാനുകളെ അറുകൊലയറുക്കാത്ത നാടുവിട മക്കളെ പത്തിരിക്കറി കൂട്ടി മണവാട്ടി നുണയുന്നൊരൊപ്പനകൾ പാടുന്ന നാടുവിട മക്കളെ പത്തിരിക്കറി കൂട്ടി മണവാട്ടി നുണയുന്നൊരൊപ്പനകൾ പാടുന്ന നാടുവിട മക്കളെ. മഹാത്മാ അയ്യങ്കാളിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാൻ ഒത്തിരിയുണ്ട്, ഒത്തിരി പറയാൻ കഴിയും. നമ്മൾ പെട്ടെന്ന് കാര്യത്തിലേക്ക് കിടക്കാം. ഒരുപാട് നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രക്ഷോഭങ്ങളും സമരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നവോത്ഥാന പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കർഷക പ്രസ്ഥാനങ്ങളുണ്ട്, കർഷക തൊഴിലാളികളുടെ സമരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാനിന്നിവിടെ നിന്ന് ഇങ്ങനെ നമുക്കെല്ലാവരും കൂടി ഒന്ന് കൂടിയിരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കുന്നതിന് അതിന് ഒന്നാമതായി പണിപ്പെട്ട ഒരു മഹാത്മാവാണ് ശ്രീ അയ്യങ്കാളി എന്ന് പറയേണ്ടതായിട്ട് ഉണ്ട്. ഒട്ടും തന്നെ അതിശയോക്തിയില്ല എന്നുള്ളതാണ് തോന്നുന്നത്. കാര്യം കേരളത്തിൽ അല്ലെങ്കിൽ അന്ന് കേരളമൊന്നും ഇല്ലായിരുന്നെങ്കിലും ഈ ഭൂഖണ്ഡം ഉണ്ടല്ലോ, ഈ ഭൂഭാഗമുണ്ട്. ഈ ഭൂഭാഗത്തിൽ ആദ്യമായി കർഷക തൊഴിലാളികൾ സമരം ചെയ്യുന്നത് അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാണ്. ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചിരുന്നെങ്കിൽ അതിൻ്റെ തീഷ്ണത, അതിൻ്റെ രൂക്ഷത എത്രമാത്രം ഉണ്ടാവുമായിരുന്നു എന്ന് നമ്മൾ ആലോചിക്കണം. റോഡിലൂടെ നടക്കാൻ പറ്റില്ല, മറ്റുള്ളവർ വരുമ്പോൾ ഒഴിഞ്ഞു മാറി കൊടുക്കണം. വലിയ രാജാക്കന്മാരൊക്കെ വരുമ്പോൾ പള്ളു കൊടുത്തി പോകാൻ പറ്റില്ല. ഇപ്പൊ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇത്രയും വരെ എല്ലാവരെയും കണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ച് നമുക്ക് സംസാരിക്കാനുള്ള ആർജവം, നമുക്ക് സംസാരിക്കാനുള്ള അവസരം ഒരുക്കി തന്ന മഹാത്മാരാണ് അവരെല്ലാം. അവരെയൊക്കെ നമ്മൾ സ്മരിക്കണം. അതിന് നമ്മുടെ കേരളം പോലുള്ള സംസ്ഥാനം മാത്രമേ എപ്പോഴും മുന്നിട്ട് വന്നിട്ടുള്ളൂ. ഇങ്ങനെയുള്ള സാമൂഹിക പരിഷ്കർത്താക്കളെ എപ്പോഴും നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. ഇപ്പൊ തന്നെ നേരത്തെ ഇവിടെ പറഞ്ഞു, നാടക പ്രസ്ഥാനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണല്ലോ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ എത്തിച്ചേർന്നത്. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറയുന്ന ഒരു നാടകം ഈ കേരളത്തിലുണ്ടാക്കിയ മാറ്റം, ചലനങ്ങൾ ഒരു പ്രസ്ഥാനത്തിൽ തന്നെ ഉടലെടുക്കാൻ കാരണമായി എന്നുള്ളതാണ്. ഈ നാടകം എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം എന്താണ്? നാടിനകം, അല്ലെ? നാടിനകമാണ് നാടകം. നാടിനകത്ത് നടക്കുന്ന പ്രശ്നങ്ങളാണ് നാടകത്തിനകത്ത് രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പൊ തന്നെ ഈ ഇരിക്കുന്ന സംഭവങ്ങൾ, ഇന്നിവിടെ ഈ അയ്യങ്കാളിയുടെ ജന്മദിനം, മഹാത്മന്റെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇത് തന്നെ ഒരു നാടകമായി നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും.